ദൃശ്യ പത്ര മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു സുദിനം നേരുകയാണ്. ആലിയ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം ഈ വരുന്ന ഡിസംബർ 14-15 തീയതികളിൽ പനോടക്കം ആലിയ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാനും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആലിയ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറിയുമായ ബദർ മുനീർ സാഹിബ്, ആലിയ അലുമിനിയുടെ പ്രസിഡന്റ് യു അബ്ദുസലാം സാഹിബ്, അതുപോലെ തന്നെ ആലിയ അലുമിനിയുടെ ജനറൽ സെക്രട്ടറി പി ഇല്യാസ്, സംഘാടക സമിതിയുടെ കൺവീനർ കൂടിയായ സീമസ് ഖലീലുള്ള എന്നിവരാണ്. നിങ്ങളൊക്കെ അറിയാവുന്ന പോലെ കേരളത്തിലെ ഒരു മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ മേഖലയിൽ 85 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ആലിയ. ആയിരത്തി 1941 ചെമ്മനാട് പ്രദേശത്ത്, ചെമ്മനാട് ഇപ്പോൾ അറിയപ്പെടുന്ന ജമാഅത്ത് പള്ളിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമായിരുന്നു. പിന്നീട് പനോടക്കത്ത് ആലിയ അറബിക് കോളേജ് എന്ന പേരിലും, അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങളായ ആലിയ ബനാത്ത് കോളേജ്, അതുപോലെ തന്നെ ആലിയ മോർണിംഗ് മദ്രസ, ആലിയ സീനിയർ സെക്കൻഡറി സ്കൂൾ, ആലിയ ITI, ആലിയ ടൈലറിംഗ് ഗാർമെൻറ്റ്സ് കോച്ചിങ് സെൻറ്റർ, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത സ്ഥാപനങ്ങളിലായി ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. ഒരു ശ്രദ്ധേയമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ് കേരളത്തിൽ ആലിയ നിർവഹിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തന മാതൃകയായും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന പരിചയമൊക്കെ സ്വീകരിച്ചത് ആലിയയിൽ നിന്നാണ്. ഒരുപാട് വ്യത്യസ്ത മേഖലയിലുള്ള പ്രതിഭകൾ ആലിയയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രഭാഷകർ, എഴുത്തുകാർ, അതുപോലെ തന്നെ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തുടങ്ങി ഒരുപാട് പ്രമുഖർ ആലിയയുടെ സന്തതികളാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, വ്യത്യസ്ത മേഖലയിൽ ഇന്നും അവർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അക്കാഡമിക് മേഖലയിൽ ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികളിൽ അറിയാം, ആ കാലഘട്ടത്തിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ പഠിക്കുക എന്ന് പറയുന്ന വലിയൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ആലിയായിരുന്നു. 1970-കളിൽ തന്നെ ഇതൊരു സൗകര്യം ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആലിയയുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ അത് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലായി ആലിയയിൽ ഒത്തുചേരുകയാണ്. അക്കൂട്ടത്തിൽ സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായൊരു മൂവ്മെൻറ്റ് കേരളത്തിൽ നടത്തിയതും ആലിയായിരുന്നു എന്ന സാന്ദർഭികം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്കറിയാം, മുസ്ലിം സമുദായത്തിനിടയിൽ സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുന്നേറ്റങ്ങളും നിലപാടുകളൊക്കെ എത്രത്തോളമായിരുന്നെന്നും അതിനെ കുറെക്കൂടി ദീർഘവീക്ഷണത്തോടുകൂടി ആ വിഷയത്തിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക്, മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യ നേടുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തത് ആലിയയുടെ ഒരു ശ്രദ്ധേയമായ മൊമെൻ്റായിരുന്നു. അതുപോലെ തന്നെ ഒരു അറബിക് കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മേഖലയിലുള്ള വിജ്ഞാനങ്ങളും ആലിയ പകർന്നു നൽകിയിരുന്നു. ഭാഷാപഠനങ്ങൾ, ഇംഗ്ലീഷ്, ഉറുദു, മലയാളം ഭാഷകൾ ഉൾപ്പെടെ, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകൾ, 5ഓളം ഭാഷകൾ ആലിയയിൽ പഠിപ്പിച്ചിരുന്നു. ആലിയയിൽ ആ കാലഘട്ടത്തിൽ ആലിയ ബോർഡിങ്ങിൽ താമസിച്ച് ജില്ലയിലെ കാസർഗോഡ് ടൗണിലെയും അതുപോലെ തന്നെ പലയിടത്തെയും ചെമ്മനാട്ടിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് ആലിയ. ആലിയയുടെ ഒരു വിദ്യാർത്ഥി സമ്മേളനം ഈ വരുന്ന 14-15 തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ആലിയയിൽ 85 വർഷമായി വ്യത്യസ്ത കാലഘട്ടത്തിൽ അധ്യാപനം നിർവഹിച്ചിരുന്ന 100ഓളം അധ്യാപകന്മാരുടെ ഒത്തുചേരലാണ് ആദ്യത്തെ 2 മണിക്കുള്ള സെക്ഷൻ. ശേഷം 4 മണി മുതൽ 6 മണി വരെ ഉദ്ഘാടന സമ്മേളനമാണ്. ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ സെക്ഷനിൽ ആലിയയുടെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ CP അബിയുർ റഹ്മാൻ അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ നമ്മുടെ MLA CH കുഞ്ഞമ്പു, CT അഹമ്മദ് അലി മുൻ MLA, ആലിയയുടെ വർക്കിംഗ് പ്രസിഡന്റ്
CH അബ്ദുറഹീം തുടങ്ങിയ പ്രമുഖർ ആ സെക്ഷനിൽ സംസാരിക്കും. അതുപോലെ തന്നെ നമ്മളെ ജനകീയ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ ആലിയയിൽ ഈ 19 വർഷക്കാലമായി പ്രവർത്തിച്ചിരുന്ന മുതിർന്ന അധ്യാപകർക്കുള്ള ആദരവും ആ സമ്മേളനത്തിൽ വെച്ച് നിർവഹിക്കും. ശേഷം 6:30 മുതൽ 8:30 വരെ അക്കാദമിക് മീറ്റാണ്. ശാന്തപുരം അൽജാമിൽ ഇസ്ലാമിയയുടെ ഡയറക്ടറും ആലിയയുടെ അക്കാദമിക് കമ്മിറ്റിയുടെ ചെയർമാനുമായ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് ആ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യും. അതിൽ 2 പേപ്പറുകളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് ISCI കേരള എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഏജൻസിയാണ്. അതിൻ്റെ സംസ്ഥാന CEO ഡോക്ടർ ബദിയുസമാനാണ് ഒരു പേപ്പർ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രബോധനത്തിൻ്റെ സബ് എഡിറ്റർ ആലിയ പൂർവ്വ വിദ്യാർത്ഥിയുമായ സദറുദ്ദീൻ വായക്കാറാണ് മറ്റൊരു പേപ്പർ അവതരിപ്പിക്കുന്നത്. ശേഷം കലാപരിപാടികളാണ്. ആലിയ പൂർവ്വ വിദ്യാർത്ഥികളും ആലിയയിലെ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അണിനിരക്കുന്ന കലാപരിപാടി രാത്രി 11 മണി വരെ നടക്കും. അടുത്ത ദിവസം രാവിലെ 9 മണി മുതൽ 11 മണി വരെ പദ്യ സമ്മേളനമാണ്. ആലിയ കോളേജ്, ആലിയ ബനാത്ത് കോളേജ്, വിമൻസ് കോളേജ്, ആലിയ മദ്രസ, ആലിയ സ്കൂൾ ഇങ്ങനെ വ്യത്യസ്ത സെക്ഷനുകളായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ പദ്യ സമ്മേളനം നടത്തും. അത് 11 മണി മുതൽ 1 മണി വരെ പ്രൊജക്ട്, ആലിയക്ക് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന 2 പ്രൊജക്റ്റുകളുടെ പ്രഖ്യാപനവും സമാപനവുമാണ്. അതിൽ ആലിയ മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ സലാഹുദ്ദീൻ, അതുപോലെ തന്നെ ആലിയയുടെ ഇപ്പോഴത്തെ CEO ആയിരുന്നു നമ്മുടെ മുൻ കാസർഗോഡ് DSP CA അബ്ദുറഹീം സാഹിബ്, ഇവരൊക്കെ ആ സെക്ഷനിൽ സംസാരിക്കും. ഇതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചെമ്മനാട് വെച്ച് സെമിനാർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രബന്ധ കവിതാരാധന മത്സരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രബന്ധ കവിതാരാധനത്തിൽ വിജയികളായ ആളുകൾക്കുള്ള ക്യാഷ് പ്രൈസും ഉപഹാരവും ഒക്കെ ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ വിതരണം നടത്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കണം. അതിന് പ്രവർത്തക തൊട്ടടുത്ത സ്ഥലമാണ്. തൊട്ടടുത്ത് ഒരുപാട് സമ്മേളനത്തിലും മറ്റ് സെക്ഷനിലൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിന് അർഹമായ ഒരു കവറേജ് നിങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. നടത്തുന്നു. അഭിവാദ്യങ്ങൾ.